നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ വിമർശിക്കപ്പെടുമ്പോൾ മോദി സർക്കാരിനെ പിന്തുണച്ച് വ്ളാദിമിർ പുടിനും റഷ്യയും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് റഷ്യയുടെ ആരോപണം. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസ്താവന ഇതിന് തെളിവാണെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. കേജ്രിവാളിൻ്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ വിദേശങ്ങളിൽ ചർച്ചയാകുമ്പോഴാണ് റഷ്യ മോദി സർക്കാരിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്ത് നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും കൈമാറുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ്. മോദി തന്നെ ഈ വിഷയം ചർച്ചയാക്കിയത് വിജയമായെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ. അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും നോട്ടുകെട്ടുകൾ കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ രണ്ടുപേരെക്കുറിച്ചും മിണ്ടാത്തതെന്നും മോദി തെലങ്കാനയിലെ റാലിയിലെ പ്രസംഗമധ്യേ ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യം മിണ്ടുന്നില്ല എന്ന മോദിയുടെ ആരോപണം കളവാണെന്നും കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം രാഹുൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നുവെന്നും ഇതിൻ്റെ വീഡിയോ തെളിവായി പുറത്തുവിടുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. മോദി ഈ വിഷയം ഉന്നയിച്ചത് എന്തുകൊണ്ടെന്ന അമ്പരപ്പ് BJP ക്യാമ്പിലും പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും ലോറി നിറയെ കള്ളപ്പണം ലഭിച്ചോ എന്ന ചോദ്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തെ ആയുധമാക്കി കോൺഗ്രസ്. ഇക്കാര്യം സ്വന്തം ഏജൻസികളായ EDയെയും CBIയെയും ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ മോദിയെ കോൺഗ്രസ് വെല്ലുവിളിച്ചു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും ദുർബലനോ നിസ്സഹായനോ ആയ അവസ്ഥ മുൻപോട്ടായിട്ടില്ലെന്നും മോദിയും സുഹൃത്തുക്കളും നടത്തുന്ന അഴിമതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധി പറയുന്നതെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനട്ടെ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ അദാനിക്കും അംബാനിക്കുമെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മോദിക്ക് കത്തെഴുതി. മോദി അദാനി ബന്ധം വീണ്ടും ഉന്നയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോദി അധികാരത്തിൽ നിന്ന് 10 വർഷത്തിനിടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രതിരോധം, വ്യവസായം തുടങ്ങിയ എല്ലാം അദാനിക്ക് നൽകിയെന്നും അദാനിക്ക് വേണ്ടി രാജ്യത്ത് നോട്ട് നിരോധനവും GSTയും നടപ്പിലാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി അദാനിയെയും അംബാനിയെയും ആക്രമിക്കുന്നത് നിർത്തിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ഷേപത്തിന് പിന്നാലെയാണ് രാഹുലിൻ്റെ വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പൊതുസംവാദത്തിന് ക്ഷണിച്ച് വിരമിച്ച ജഡ്ജിമാരുടെ കത്ത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AP ഷാ എന്നിവരാണ് ഇരുവർക്കും കത്തയച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അവസാനിച്ചു. ജീവനക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ ദില്ലിയിൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച വിജയം. പിരിച്ചുവിട്ടവരെ തിരികെ എടുക്കണമെന്ന ആവശ്യമടക്കം അംഗീകരിച്ചാണ് സമരം അവസാനിപ്പിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയനിലുള്ള 300 ജീവനക്കാരാണ് കൂട്ടമായി മെഡിക്കൽ അവധിയെടുത്തത്. ഇത് ആസൂത്രിതമാണെന്ന് ബോധ്യമായതോടെ കമ്പനി പിരിച്ചുവിടൽ നോട്ടീസ് അയക്കുകയായിരുന്നു. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സർക്കാർ. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതിയിൽ തുടരും. പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടെസ്റ്റിന് തീയതി ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ഇന്നു മുതൽ എത്തണം. KSRTCയുടെ സ്ഥലങ്ങൾ ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കും. പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ RDOമാർക്ക് നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗതലത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയശതമാനം. VHSC പരീക്ഷയിൽ 71.42% വിജയം. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 100 മേനി വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവ്. ഇക്കുറി 100% വിജയം നേടിയത് 7 സർക്കാർ സ്കൂളുകൾ മാത്രമാണ്. സർക്കാർ സ്കൂളുകളിൽ 100% വിജയം നേടിയ സ്കൂൾ അധികമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ 5 ഇന്ത്യക്കാരടക്കം 7 ജീവനക്കാരെ കൂടി മോചിപ്പിച്ചു. ഇറാനിലെ ഇന്ത്യൻ എംബസി മോചനം സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ടോടെ ഇവർ ഇറാനിൽ നിന്ന് പുറപ്പെട്ടെന്നാണ് വിവരം. എന്നാൽ 5 പേരുടെ പേരുവിവരം ഇറാനോ ഇന്ത്യൻ എംബസിയോ പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നും ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരും. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ
ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിക്കിടെ മേഖല തിരിച്ചു നടത്തിയ വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്ന് KSEB. നിലവിൽ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണ്. ഉപഭോഗം കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരാനും മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഹാജരാകുന്ന സമയം അവരുടെ കൈവശമുള്ള തുക, എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നുള്ള വിവരം ഡെയിലി ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിലോ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തള്ളി മന്ത്രി B. ശിവൻകുട്ടി. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി വിദേശ സന്ദർശനം എല്ലാവരും നടത്തും. സ്വന്തം കാശിന് പോകുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധി ആരോടും പറയാതെ വിദേശത്ത് പോയിട്ടില്ല. മാധ്യമങ്ങൾ ഈ ചിന്താഗതി മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആര്യ രാജേന്ദ്രൻ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ നഗരസഭയിൽ ഭരണസ്തംഭനം ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി BJP. നഗരസഭാ കൗൺസിലർമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ BJP ധർണ നടത്തി. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ശിവകാശി പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി. 5 സ്ത്രീകൾ അടക്കം 8 പേർ മരിച്ചുവെന്നാണ് വിവരം. 7 പേർക്ക് പരിക്കേറ്റുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരിച്ച എല്ലാവരും തന്നെ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ് എന്നാണ് റിപ്പോർട്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് ഉത്തരവ് പറയാനിരിക്കെ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുതെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ED സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് മൗലിക അവകാശമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണമെന്നതിൻ്റെ പേരിൽ കേജ്രിവാളിൽ നിന്ന് ജാമ്യം നൽകരുതെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.